ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ആഡ്സൻസിൻ്റെ ID വെരിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക, ID വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ആഡ്സൻസിനകത്ത് ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആഡ്സൻസ് അക്കൗണ്ട് നമുക്ക് ID വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഈ ID വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിൽ $10 മേലെ ആയി കഴിയുമ്പോൾ, സാധാരണ $10 മുകളിലായി കഴിയുമ്പോഴാണ് നമുക്ക് ID വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുക. ഓക്കെ, ഈ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 30 ദിവസമായിരിക്കും. ഈ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആഡ്സൻസ് അക്കൗണ്ടിൽ $10 എപ്പോൾ നിങ്ങൾ ഫില്ലാകുന്നു അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആഡ്സൻസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ആഡ്സൻസ് അക്കൗണ്ടിൻ്റെ മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങുന്നത് കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നമുക്ക് ഇമെയിലായിട്ട് ആഡ്സൻസ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇമെയിലും കൂടി ലഭിക്കുന്നതായിരിക്കും. ഈ ഇമെയിലിനകത്ത് പറയുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത്. ആ വെരിഫൈ ആവുന്ന ഒരു ബട്ടൺ അതിലുണ്ടാവും. ആ വെരിഫൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ്സൻസ് അക്കൗണ്ട് വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഈ ഇമെയിലിൽ നിന്ന് തന്നെ പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആഡ്സൻസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തെങ്കിൽ ആഡ്സൻസ് അക്കൗണ്ടിലും വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ വെരിഫൈ അവിടെ നിന്നും പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചാൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ മെയിലിൽ അത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രൂഫുകളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ് ഇഷ്യൂഡ് ആയിട്ടുള്ള ഫോട്ടോ പതിച്ചിട്ടുള്ള ID കാർഡുകൾ. ഇങ്ങനെ ഫോട്ടോ പതിച്ചിട്ടുള്ള ID കാർഡ് എന്ന് മെയിനായിട്ട് പറയുന്നത് നമ്മുടെ പാൻ കാർഡ്, വോട്ടേഴ്സ് ID കാർഡ്, പാസ്പോർട്ട്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്. ഈ 4 നമുക്ക് ഇന്ത്യയിൽ ID വെരിഫിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൂഫുകൾ. നമുക്ക് ആധാർ കാർഡ് ഒരു ഗവൺമെൻറ് ഇഷ്യൂഡ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വെരിഫിക്കേഷൻ മെത്തേഡായിട്ട് അവർ ഗൂഗിൾ ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആധാർ കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ടുള്ള പാൻ കാർഡ്, വോട്ടേഴ്സ് ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഈ 4 സംഭവങ്ങളാണ് നമുക്ക് ID വെരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയിൽ. നമ്മൾ ഈ ID വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ID വെരിഫിക്കേഷൻ കൊടുക്കുന്ന ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെരിഫിക്കേഷൻ പ്രൊസീഡ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിനകത്ത് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ ആ പേര് കൊടുത്തിരിക്കുന്നത് ബൈ ഡിഫോൾട്ടായിട്ട് ആഡ്സൻസ് അക്കൗണ്ട് വരുന്നത് നമ്മുടെ ചാനൽ നെയിം ആയിരിക്കും. അത് പലരും ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കേസാണ്. ചാനൽ നെയിം ആയിരിക്കും ബൈ ഡിഫോൾട്ട് വന്നിരിക്കുക. നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ആ ചാനൽ നെയിം എന്നുള്ള മാറ്റി, നമ്മൾ യൂട്യൂബിൻ്റെ കേസിലാണ് പറഞ്ഞത്, യൂട്യൂബിൻ്റെ ചാനൽ നെയിം ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്. ആ യൂട്യൂബ് ചാനൽ നെയിം മാറ്റി നമ്മുടെ പേര്, നമ്മുടെ ആ ഗവൺമെൻറ് ഇഷ്യൂഡ് ID പ്രൂഫിനകത്ത് കൊടുത്തിരിക്കുന്ന പേരെന്താണോ ആ എക്സാക്ട് പേര് കറക്റ്റായിട്ട് തന്നെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ അല്ല കറക്റ്റായിട്ട് തന്നെ, സ്പേസ് പോലും തെറ്റാണ്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പ്രാവശ്യം ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നെയിം പിന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പേയ്മെന്റ് പ്രൊഫൈൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്, പക്ഷെ നമ്മുടെ നെയിം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് യാതൊരു കാരണവശാലും പിന്നെ ആഡ്സൻസ് സമ്മതിക്കുന്നതായിരിക്കില്ല. ആഡ്സൻസ് അക്കൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് ID വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അവിടെ നെയിം കൊടുക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള നെയിം, ID പ്രൂഫിലുള്ള നെയിം എന്താണോ ആ നെയിം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ID പ്രൂഫിൻ്റെ നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ്, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്ത ആധാർ കാർഡ് ആണെങ്കിൽ, പാൻ കാർഡ് ആണെങ്കിൽ, പാസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള കളർ ഫോട്ടോ, ഒന്ന് കളർ ഫോട്ടോ ആയിരിക്കണം. 2 അതിൻ്റെ 4 കോർണറുകളും വളരെ ക്ലിയർ ആയിട്ട്, അതായത് പാസ്പോർട്ടിൻ്റെ 4 കോർണറുകളും ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. പിന്നെ യാതൊരു കാരണവശാലും ആ ഡോക്യുമെന്റ്, നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ് ക്രോപ്പ് ചെയ്യാതെ വളരെ ക്ലിയർ ആയിട്ട് 4 കോർണറും കിട്ടുന്ന രീതിയിൽ ഉള്ള ഫോട്ടോ എടുത്ത് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. ആ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കേസുകളുണ്ട്. നമുക്ക് ഈ ഫോട്ടോ വളരെ ക്ലിയർ ആയിരിക്കണം, അതൊരു കളർ ഫോട്ടോ ആയിരിക്കണം. പിന്നെ അതിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഫ്ലാഷ് ഒക്കെ ഓൺ ആണെങ്കിൽ റിഫ്ലക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള റിഫ്ലക്ഷൻസ് ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ലാത്ത ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആണ് സബ്മിറ്റ് ചെയ്യാനായിട്ട്.
പിന്നെ ഫോട്ടോ നല്ല ക്ലിയർ ആയി, നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ലിയർ ആയിരിക്കണം, അങ്ങനെ ഡാർക്കായി പോകരുത്, ബ്ലറി ആയി പോകരുത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ വെരിഫിക്കേഷൻ സമയത്ത്, പ്രോസസ്സിംഗ് സമയത്ത് അവർ റിജക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ റിജക്ട് ചെയ്താൽ 3 തവണയാണ് നമുക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. മൂന്ന് തവണയും അപ്രൂവ് ആയില്ല എന്നുണ്ടെങ്കിൽ ആഡ്സൻസ് നമ്മുടെ ചാനലിനകത്ത് ആഡ് വരുന്നത് ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ആവും. അത് പെർമനന്റ് ബ്ലോക്ക് അല്ല, ടെമ്പററി ആയിട്ട് മാത്രമായിരിക്കും ബ്ലോക്ക് ആവുന്നത്. മൂന്ന് ഇതിനുള്ളിൽ 3 ട്രൈക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മെയിലിൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവര്. 3 പ്രാവശ്യം ലിമിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 തവണ മാത്രമേ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപ്ലോഡിംഗ് ഡോക്യുമെന്റ്, റോങ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ട് ടെർമിനേഷന് കാര്യമാവും. അക്കൗണ്ട് ടെർമിനേഷൻ വരെ പോകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഐ ഡി പ്രൂഫ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുക, എവിടെ നിന്നാണ് ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇമെയിലിൽ തന്നെ ഈ വെരിഫൈ വരുന്ന നമുക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ മെയിലിൽ തന്നെ വെരിഫൈ എന്ന ഓപ്ഷൻ ഉണ്ട്, ആ വെരിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് google.com/adsense എന്നടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി, ഏതായത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ അങ്ങനെ ലോഗിൻ ചെയ്ത് ആഡ്സൻസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, അങ്ങനെ പേജിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും യുവർ പേയ്മെന്റ് ഈസ് കറന്റ്ലി ഓൺ ഹോൾഡ്, ആക്ഷൻ ഈസ് റിക്വയർഡ് ടു റിലീസ് ദ പേയ്മെന്റ്. അതായത് നമുക്ക് നമ്മുടെ $10 ഞാൻ നേരത്തെ പറഞ്ഞു $10 ആവുമ്പോഴാണ് നമുക്ക് ഈ വെരിഫിക്കേഷനുള്ള ഐ ഡി വെരിഫിക്കേഷനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ പേയ്മെന്റ് ഹോൾഡിലായിരിക്കും. ആ ഹോൾഡിലായി നമ്മൾ അത് നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഫർദർ സ്റ്റെപ്സിലേക്ക്, പിൻ വെരിഫിക്കേഷൻ അങ്ങനെയുള്ള ഫർദർ ഇതിലേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് ലോഗിൻ ചെയ്ത ശേഷം ഈ ആക്ഷൻ എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ആക്ഷൻ എന്നുള്ള ഈ നോട്ടിഫിക്കേഷനോട് മുകളിൽ കാണാൻ പറ്റും. ആ നോട്ടിഫിക്കേഷനിൽ ആക്ഷൻ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ആക്ഷൻ എന്നുള്ള ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പേജ് വെരിഫിക്കേഷൻ, ഒരു നെക്സ്റ്റ് പേജ് ലോഡായി വരുന്നത് നമ്മുടെ പേയ്മെന്റ് പ്രൊഫൈലായിരിക്കും ലോഡായി വരുന്നത്. പേയ്മെന്റ് പ്രൊഫൈൽ നമുക്ക് ടോട്ടൽ എത്ര ഏണിങ്സ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. അവിടെ തന്നെ ഒരു ഓപ്ഷൻ, ഒരു റെഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഈ കളറിൽ വെരിഫൈ നൗ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഈ വെരിഫൈ നൗ എന്നത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വെരിഫൈ നമ്മൾ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേയ്മെന്റ് പ്രൊഫൈൽ, നമ്മുടെ ആഡ്സൻസിന്റെ പേയ്മെന്റ് പ്രൊഫൈലിലേക്ക് ലോഡ് ആവുന്നത്. അവിടെ നമ്മുടെ ഫുൾ നെയിം, നമ്മളവിടെ കൊടുത്തിരിക്കുന്ന നെയിം, നമ്മുടെ അഡ്രസ്സ്, ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. അതിന്റെ തൊട്ട് തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, എന്തൊക്കെ പ്രൂഫാണ് ആക്സെപ്റ്റ് ചെയ്യുക, ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രൊഫൈലിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ നെയിം ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഐ ഡി പ്രൂഫ് വെരിഫിക്കേഷൻ നടക്കുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പെന്നിൻ്റെ ഐക്കൺ, ആ പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ പ്രൊഫൈൽ അവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ സെക്കൻഡ് അഡ്രസ് ലൈൻ 2, അഡ്രസ് ലൈൻ 1, അഡ്രസ് ലൈൻ 2, സിറ്റി, പോസ്റ്റൽ കോഡ് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കാവുന്നതാണ്. ഈ അഡ്രസ് ലൈൻ 2 കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അഡ്രസ് ലൈനിൽ 2 നമ്മുടെ ഫോൺ നമ്പറും കൂടി പരമാവധി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഫോൺ നമ്പർ ഉൾപ്പെടുത്തിയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് നമുക്ക് പിൻ വെരിഫിക്കേഷൻ സമയത്ത് പിൻ നമ്മുടെ വീട്ടിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പിൻ നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ നിയർ ബൈ പോസ്റ്റ് ഓഫീസിൽ എത്തുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്രസ്സ് ചെന്നുപോയി, അങ്ങനെയുള്ള എല്ലാം വരുന്ന സമയത്ത് ഈ പിൻ വെരിഫിക്കേഷനകത്ത് അവർ പിൻ അയക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഫുൾ അഡ്രസ്സ്, ഈ അഡ്രസ് ലൈൻ 2 ഇതെല്ലാം അതിൽ മെൻഷൻ ചെയ്യണം. ഈ അഡ്രസ് ലൈൻ 2 നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട് എങ്കിൽ ആ ഫോൺ നമ്പർ അപ്പോൾ അവർ പിൻ വെരിഫിക്കേഷൻ അയക്കുന്ന കവറിന്റെ പുറത്ത് അവർ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഫോൺ നമ്പറാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞാൽ വേറെ ആരെങ്കിലും കൈമാറി കിട്ടുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കിട്ടുക, പോസ്റ്റ്മാനോ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് പോസ്റ്റ്മാനോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കോൺടാക്ട് നമ്പറും കൂടി പരമാവധി ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെയുള്ള അഡ്രസ്സ് കറക്റ്റ് ആണെന്ന് അത് നമ്മുടെ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൂഫിനകത്തുള്ള അഡ്രസ്സും നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുള്ളത് കൺഫേം ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വീണ്ടും ഇവിടെ തന്നെ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ തിരിച്ച് ഈ പേജിൽ തന്നെ വരിക. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പേജ് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനൊരു പേജായിരിക്കും. അത് ആക്സെപ്റ്റ് പ്രൂഫ് ഓഫ് ഐഡന്റിഫൈ ഡോക്യുമെന്റ്സ്. ഓക്കെ, ഒന്ന് ഇന്ത്യൻ പാസ്പോർട്ട്.
ഓക്കെ, ഇന്ത്യയിലെ കേസ് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടേഴ്സ് ഐ ഡി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് പ്രൂഫായിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആധാർ കാർഡ് യാതൊരു കാരണവശാലും അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന ആയിരിക്കില്ല. ഓക്കെ, ഇത് ഓരോ കൺട്രിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇന്ത്യയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ UAE അല്ലെങ്കിൽ UK അല്ലെങ്കിൽ US ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൂഫ്, അവിടുത്തെ ഗവൺമെന്റ് ഇഷ്യൂഡ് പ്രൂഫ് വേറെ ആയിരിക്കും. ഓക്കെ, ആ പ്രൂഫ് മാത്രമാണ് അവർ അവിടെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ ഇന്ത്യയിലെ കേസാണ് ഇപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ അപ്ലോഡ് ഒരു ഓപ്ഷൻ ഉണ്ട് താഴത്ത്. ഈ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ് നമ്മുടെ പാസ്പോർട്ട് ആയിരിക്കും അല്ലെങ്കിൽ പാൻ കാർഡ് ആയിരിക്കും, എന്താ വാട്ട് എവർ ഡോക്യുമെന്റ് ഇറ്റ് ഈസ്, നമ്മളത് ഒന്ന് റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ക്ലിയർ ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കേണ്ടതുണ്ട്. അത് എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ പാസ്പോർട്ടാണെന്ന് നോക്കിയാൽ, അപ്പോൾ ഞാൻ ഇവിടെ സാമ്പിൾ കാണിച്ചിരിക്കുന്നത് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാം 1, 2, 3, 4, അതായത് പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജാണിത്. ഈ ഫസ്റ്റ് പേജിന്റെ 4 കോർണറും ക്ലിയർ ആയിട്ട് കിട്ടണം. സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ്, പാസ്പോർട്ടിന്റെ ഈ ഫോട്ടോ അഡ്രസ്സുമുള്ള ഈ 4 കോളമുള്ള അതെടുക്കാണ്ട് ഈ ഒരു പേജ് മാത്രം എടുത്ത് പാസ്പോർട്ട് പ്രൂഫ് അറ്റാച്ച് ചെയ്ത് അയക്കും. അത് യാതൊരു കാരണവശാലും ചെയ്യരുത്, മിസ്റ്റേക്കാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നമ്മുടെ പ്രൂഫ് വെരിഫൈ ആവില്ല, ഐ ഡി വെരിഫിക്കേഷൻ നടക്കില്ല. ഐ ഡി വെരിഫിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ കോർണർ 4 1, 2, 3, 4, അതുപോലെ സെക്കൻഡ് പേജിന്റെ ലാസ്റ്റ് പേജിന്റെയും 1, 2, 3, 4 ഈ 4 കോർണറും ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഉള്ള 2 പേജിന്റെയും 4 കോർണറും ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഐ ഡി വെരിഫിക്കേഷൻ നടക്കുകയുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കുക. ഈ രണ്ട് പേജും കൂടി ഒറ്റ ഇമേജ് ആയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒരു ഇമേജ് ആക്കാം, അല്ലെങ്കിൽ ഒരു PDF ഡോക്യുമെന്റ് എന്തെല്ലാം ആക്കിയിട്ട് വേണം നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട്. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ അടുത്ത കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റ് അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം. കളർ ഡോക്യുമെന്റ് ആയിരിക്കണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോകരുത്. എല്ലാം ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നതായിരിക്കണം. ഫ്ലാഷ് എടുത്താണെങ്കിൽ റിഫ്ലക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതെല്ലാം വളരെ ക്ലിയർ ആയതിനു ശേഷം ഉള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ റെഡിയാക്കി വെക്കുക. റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ അപ്ലോഡ് നൗ എന്നുള്ള പേജിൽ അപ്ലോഡ് നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് നൗവിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഡോക്യുമെന്റ് കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ പിന്നെ ആ ഡോക്യുമെന്റിന്റെ പേരും കാര്യങ്ങളായിരിക്കും വരുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് കിട്ടുക. ഇങ്ങനൊരു പേജിൻ്റെ അകത്ത് കറങ്ങുന്നത് യുവർ പ്രോസസ് മേ ടേക്ക് ഫ്യൂ ഡേയ്സ്, വി വിൽ ഇമെയിൽ യു ദ റിസൾട്ട്സ്. If you have any, if you are unable to verify your identity, you will need to submit the documents again. You have a limited number of attempts. അതായത് ഇത് അറ്റംപ്റ്റ് നമ്പർ 1, 2, 3 3 അറ്റംപ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ അവര് നമ്മൾ വിത്തിൻ കുറച്ച് ദിവസത്തിനുള്ളിൽ എന്നാണ് പറയുന്നത്. പക്ഷേ നോർമലി അത് വിത്തിൻ 24 ഹവറിനുള്ളിൽ തന്നെ അവര് തിരിച്ച് യൂട്യൂബ് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അത് നടന്നോ നടന്നില്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് അവർ മെയിലിനകത്ത് മെൻഷൻ ചെയ്തായിരിക്കും. ഇതിന് റിപ്ലൈ വരുന്നത് ഒരു മെയിൽ റിപ്ലൈ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഗോട്ട് ഇറ്റ്. ഓക്കെ, ആ ഗോട്ട് ഇറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിന്റെ പ്രൊഫൈലിലേക്ക് വീണ്ടും ലോഗിൻ ആയി ചെല്ലുന്നതായിരിക്കും. അവിടെ ലോഗിൻ ആയി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യുവർ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഈസ് ഇൻ പ്രോഗ്രസ്, പ്ലീസ് അലോ എ ഫ്യൂ ഡേയ്സ് ടു ഫോർ ദ വെരിഫിക്കേഷൻ. അതായത് ഫ്യൂ ഡേയ്സ് അവർ പറയുന്നത് ഫ്യൂ ഡേയ്സ് ആണെങ്കിൽ കൂടി നേരത്തെ പറഞ്ഞ വിത്തിൻ 24 ഹവറിനുള്ളൊക്കെ വെരിഫൈ ആയിട്ട് കിട്ടാറുണ്ട്. ഇപ്പൊ ഈ കോവിഡിന്റെ പ്രശ്നം നടക്കുന്നതിന്റെ പേരിൽ കുറച്ച് ഡിലേ ആയാലേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇപ്പൊ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വിത്തിൻ 24 ഹവറിനുള്ളിൽ തന്നെ കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആഡ്സൻസിന്റെ ഐ ഡി വെരിഫിക്കേഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേക്കുക. ഓക്കെ, താങ്ക് യു. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നതായിരിക്കും. ആൻഡ് ബൈ.